ആഘോഷത്തിനിടയിൽ പോലീസ് അതിക്രമം എന്നാണ് പരാതി. DJ കലാകാരന്റെ ലാപ്ടോപ്പ് പോലീസ് തകർത്തു എന്നാണ് ആരോപണം. സ്റ്റേജിലേക്ക് കയറിയ പോലീസുകാരൻ ലാപ്ടോപ്പ് ചവിട്ടുന്ന ദൃശ്യങ്ങളടക്കം അഭിരാം സുന്ദർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു. അതേസമയം അടിയുണ്ടായതോടെയാണ് ഇടപെട്ടതെന്നാണ് പോലീസിന്റെ വിശദീകരണം. ശ്രീരാജ് സുഹൃത്തുക്കളെ, അഭിരാം സുന്ദർ എന്ന് പറയുന്ന ഒരു DJ കലാകാരൻ അവന് വളരെ വില കൊടുത്തിട്ട് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങിക്കുന്നു. ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിനൊക്കെ ഇപ്പം എത്ര ഒരു വില ഉണ്ടാവുന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാനായിട്ട് സാധിക്കും. അതായത് ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങിക്കുന്നു. ഒപ്പം തന്നെ ആ ഒരു DJ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കുറെ ഉപകരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം അത് നല്ല വിലയുള്ള സാധനങ്ങളാണ്. അപാര വിലയുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും ഇവ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കുക. എന്താ ന്യൂ ഇയർ പ്രോഗ്രാമാണ്. ഇവൻ പത്തനംതിട്ടയിലെങ്ങാണ്ട് ഏതൊരു ക്ലബിന്റെ പ്രോഗ്രാമിൽ ചേരുന്നു. ഇവന് കാര്യങ്ങളൊന്നും അറിയില്ല. ആ ക്ലബിന്റെ ആൾക്കാരൊക്കെ പറഞ്ഞത് ഇവിടെ കുറെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്, കുറെ ടൈം പെർമിഷൻ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പ്രോഗ്രാം തുടങ്ങാൻ തന്നെ കുറെ സമയം പിടിച്ചു അത്രേ. പ്രോഗ്രാം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനെ ഒരു പോലീസുകാരനെ കണ്ടു. പോലീസുകാരെ വന്ന സമയത്ത് തന്നെ ഈ പയ്യൻ അത് ആ ഒരു പ്രോഗ്രാം അവിടെ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്, പാട്ട് നിർത്തുന്നുണ്ട്. പോലീസുകാർ കയറി വന്നിട്ട് എന്താ നിർത്താൻ പറയും, നിർത്തിക്കോളും, മതി, ഇത്ര ഉള്ളൂ, ടൈം എഴുതിയിരിക്കുന്നു, ഇതൊക്കെ പുട്ടി കിട്ടിപ്പോ എന്നല്ലേ എല്ലാവരും വിചാരിക്കുക. പക്ഷെ സംഗതി അതല്ല ഉണ്ടായത്. അതിൽ വന്ന ഏതോ ഒരു വട് തിരിഞ്ഞ ഒരു പോലീസുകാരൻ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഈ സർക്കാർ ഉദ്യോഗസ്ഥരിലെ ഈ ജോലി കിട്ടിക്കഴിഞ്ഞ പിന്നെ അഹങ്കാരം കാണിക്കുന്ന കുറെ ടീംസ് ഉണ്ട്. പോലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭരിക്കാനുള്ള എന്തോ ഒരു ടീമാണെന്നൊക്കെ ചിന്തയിൽ നടക്കുന്ന ആ നമ്മുടെ 80s ഒരു കാലഘട്ടത്തിലുള്ള ഒരു പോലീസിന്റെ സ്വഭാവം ഇപ്പോഴും വിട്ടുമാറാത്ത കുറെ ആളുകളുണ്ട്. കയറി വന്നവൻ ചെയ്ത ഒന്നാമത്തെ കാര്യം ഇവന്റെ ആ ഒരു വില കൂടിയ ലാപ്ടോപ്പിനിട്ട് ഒരു ഒറ്റ ചവിട്ടോട് വില. എന്നാൽ പോലീസുകാർ പറയുന്നത് അവിടെ തല്ലുണ്ടായിരുന്ന ഭാഗമായിട്ടാണ് ഏർപ്പെട്ടത്. നോക്കൂ, തല്ലുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പോലീസുകാർ ചെയ്യേണ്ടത് ആ തല്ലുണ്ടായ പുറമെയുള്ള ആളുകളല്ലേ ഏർപ്പെടുന്നത്. ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഈ ആളുകളെ നെഞ്ചത്തേക്ക് എതിര് കയറണം. എന്തായാലും ഈ ഒരു സംഗതി അഭിരാം എന്ന് പറയുന്ന ആ പാവം പയ്യൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാം. ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടാവും. നമ്മൾ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയെങ്കിലല്ലേ പറ്റുള്ളൂ. ഒരുപാട് ആലോചിച്ച് കഷ്ടപ്പെട്ടാണ് ഞാൻ DJക്ക് വേണ്ടി ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങിയത്. ഏകദേശം 1 ലക്ഷം രൂപ അടുപ്പിച്ച് ചെലവായതാണ്. എനിക്ക് ന്യൂ ഇയർ സമ്മാനമായിട്ട് കേരള പോലീസ് തന്നെയാണ് ഈ ഒരു പരുവത്തിൽ ഈ ഒരു ലാപ്ടോപ്പ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവര് തന്നെ നശിപ്പിച്ചതിന് അവരുടെ തന്നെ ചെന്ന് പരാതി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇത് നമ്മൾ ഈ പാവം പയ്യൻ വിചാരിക്കുന്നത് ഇതെന്തായാലും പരാതി കിട്ടി അവർക്ക് തന്നെ പോയി പരാതി കൊടുത്തിട്ട് ഞാൻ ഒരു ഗുണം കിട്ടാൻ കാര്യമില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ അല്ല സുഹൃത്തെ, ഇതിപ്പോ ആ പോലീസുകാരൻ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും മുകളിലത്തെ പോലീസുകാർക്ക് നമുക്ക് പരാതി കൊടുക്കാം, അല്ലെങ്കിൽ അതിന്റെ മുകളിലത്തെ പോലീസുകാർക്ക് പരാതി കൊടുക്കാം. നമുക്ക് ഇതിന് ഓപ്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഏത് പോലീസുകാരനായാലും നമുക്കൊരു പൊതുജനത്തിന് ഉപദ്രവമായിട്ട് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരാതിയുമായിട്ട് മുന്നോട്ട് പോകുക എന്നാണ്. ഇനിയിപ്പോ എല്ലാവരും കൂടി ആ പോലീസുകാരെ സംരക്ഷിക്കാൻ പറ്റുമോ ചെയ്യുമെന്നുള്ളതാണ് ഇതിലൊക്കെ സംഭവിക്കാൻ. സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. അതുകൊണ്ടായിരിക്കും ഈ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ ഇവനൊക്കെ മടിക്കുന്നത്. ഞാൻ ആദ്യം അവിടെ ചെന്നപ്പോഴേ അവരോട് എടുത്ത് ചോദിച്ചാണ് പെർമിഷനും അടിപൊളിയാക്കാം. അവര് പറഞ്ഞത് ഗാനമേള ഇത് കണക്ക് പാപ്പാനിക്കത്തി പിന്നെ ഡീജെ നമുക്ക് സമയമുണ്ട്, ഒരു പ്രശ്നമില്ലെന്നാലും. പക്ഷെ അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേന് നല്ല ലേറ്റ് ആയി. അപ്പൊ പെർമിഷന്റെ ടൈം കഴിഞ്ഞായിരുന്നു. പക്ഷെ അത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ആ പെർമിഷൻ ടൈം കഴിഞ്ഞതിനെ തുടർന്ന് അവിടെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി മാറി. പക്ഷെ പ്രോഗ്രാം നല്ല രീതിയിൽ കയറി വന്നേ. ഒരുപാട് സ്ഥലത്ത് നമ്മുടെ ഒരുപാട് ഫോളോവേഴ്സ്, ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു മാസ്ക് ഇട്ട സാർ ഇനിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടേക്ക് ഒരു പോലീസുകാരൻ വരുന്നുണ്ട്. ആ പോലീസുകാർ വരുന്ന സമയത്ത് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ആളുകളൊക്കെ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി മാറി. പക്ഷെ പ്രോഗ്രാം നല്ല രീതിയിൽ കയറി വന്നേ. ഒരുപാട് സ്ഥലത്ത് നമ്മുടെ ഒരുപാട് ഫോളോവേഴ്സ്, ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു മാസ്ക് ഇട്ട സാർ ഞാൻ പാട്ട് നിർത്തി. നിങ്ങൾക്ക് ആ നിർത്തി എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. സ്റ്റേജിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അയാൾ വന്നിട്ട് ഒറ്റ ചവിട്ടാ. നേരം കഴിഞ്ഞപ്പോഴാണ് ഈ സാറ് നേരെ വന്നിട്ട് കാല് വെച്ച് ലാപ്ടോപ്പ് ചവിട്ടി പൊട്ടിച്ചത്. പിന്നെ കൺസോളൊക്കെ നശിപ്പിക്കാൻ നോക്കി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. അതായത് ഇതിലൊരു പൊടി ഇരുന്ന് ഞാൻ അപ്പൊ തുണി വെച്ച് തുടക്കി. അത്രയ്ക്ക് കെയർ ചെയ്യുന്ന സാധനങ്ങൾ ഇവരിങ്ങനെ ചവിട്ടി തേക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ചിലപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ പോലീസുകാരെ കുറ്റം പറയല്ല, അവരവരുടെ ഡ്യൂട്ടി ചെയ്തായിരിക്കാം. ഇതാണോ ഡ്യൂട്ടി? ആ പാവം മനുഷ്യൻ പറയുന്നുണ്ടല്ലേ, ഒരു പക്ഷേ ഞാൻ പോലീസുകാരെ കുറ്റം പറയുന്നില്ല, അവരവർ ഡ്യൂട്ടി ചെയ്തായിരിക്കുന്നത്. ഈ ഡ്യൂട്ടി ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ എന്നുള്ളതാണ്. നോക്കൂ, ഈ പ്രശ്നമൊക്കെ സംഭവിക്കുന്നത് ഇവൻ പ്രോഗ്രാം നടത്തിയോണ്ടല്ലോ. ഈ പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട് ഇതിന്റെ സംഘാടകർ ഒരു ക്ലബ് ഉണ്ടല്ലോ, ആ ക്ലബ്ബല്ലേ ക്ഷണിച്ചത്. അപ്പൊ പോലീസുകാർ നടപടി എടുക്കേണ്ടത് ഈ ക്ലബിനെതിരെയാണ്. പെർമിഷൻ വാങ്ങിക്കേണ്ടത് ഈ പയ്യൻ പോയിട്ടല്ല, ക്ലബ്ബുകാരാണ്. അപ്പൊ തീർച്ചയായിട്ടും ക്ലബ്ബുകാരോട് ചോദിക്കണം, ആ ക്ലബ്ബുകാരെ കാണണം, പ്രോഗ്രാം നിർത്താൻ പറയണം. ഇതൊന്നും അല്ലാതെ വന്നിട്ട് ഈ പാവം ചെങ്കാതി മാതിരി ഇതൊക്കെ ചെയ്യാൻ വന്ന ആൾക്കാരെ നെഞ്ചത്ത് കയറി വെച്ചിട്ട് സംഗതി പറയണം. സങ്കടമുള്ള കാര്യം കേട്ടോ.
ഈ പോലീസുകാർ ചീത്തപ്പേര് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോഴും ഇങ്ങനത്തെ കുറെ എണ്ണൊക്കെ ഉണ്ടല്ലോ എന്നുള്ളതാണ്. പത്തനംതിട്ട ന്യൂ ഇയർ ആഘോഷത്തിനിടയിൽ പോലീസ് അതിക്രമം എന്നാണ് പരാതി. DJ കലാകാരന്റെ ലാപ്ടോപ്പ് പോലീസ് തകർത്തു എന്നാണ് ആരോപണം. സ്റ്റേജിലേക്ക് കയറിയ പോലീസുകാരൻ ലാപ്ടോപ്പ് ചവിട്ടുന്ന ദൃശ്യങ്ങളടക്കം അഭിറാം സുന്ദർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു. അതേസമയം അടിയുണ്ടായതോടെയാണ് ഇടപെട്ടതെന്നാണ് പോലീസിന്റെ വിശദീകരണം. ശ്രീരാജ് ബാബു വിവരങ്ങളുമായിട്ടുണ്ട്. ശ്രീരാജെ, എന്താണ് അവിടെ സംഭവിച്ചത്? അതായത് ഇന്നലെ രാത്രിയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. DJ പരിപാടി, ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായുള്ള DJ പരിപാടിക്കിടെയാണ് ഇങ്ങനെ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഒരു അതിക്രമം ഉണ്ടായതായി ആരോപണം ഉന്നയിക്കുന്നത്. അഭിരാം കൊല്ലം ഉടനെ സ്വദേശിയാണ്. ഇദ്ദേഹമായിരുന്നു പത്തനംതിട്ടയിൽ DJ പരിപാടി പാർട്ടി നടത്തിയിരുന്നത്. പോലീസ് ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമയപരിധി കഴിഞ്ഞും അല്പസമയം കൂടി ഈ DJ പരിപാടി നീളുകയുണ്ടായി. അങ്ങനെയാണ് പോലീസ് ഈ വിഷയത്തിലേക്ക് ഇടപെടുന്നത്. അങ്ങനെ പോലീസ് ഈ സ്റ്റേജിലേക്ക് കയറുകയും ഇവരെ അതിക്രമിക്കുകയും ആരോപണം. എന്നാൽ പോലീസ് ഈ ആരോപണമല്ലേ, നമുക്ക് കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നേ. ആ പോലീസുകാരൻ വന്നിട്ട് നേരെ വന്നിട്ട് മറ്റു ചോദ്യങ്ങളൊന്നുമില്ല, ഒരൊറ്റ ചവിട്ടാണ് ആ ലാപ്ടോപ്പിനെ. നമുക്കത് ചിത്രങ്ങൾ ഇവരെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഭാഗ്യത്തിന് ഇതൊക്കെ വീഡിയോയിലുണ്ട്. ഇനി ഒരു പക്ഷെ പുറമേ നിന്നൊക്കെ വീഡിയോ എടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അത്തരം വീഡിയോസിലൊക്കെ ഇത്തരം ചിത്രങ്ങളൊക്കെ ഇനി വരാൻ കിടക്കുന്നുള്ളൂ. നിഷേധിക്കുന്നുണ്ട്. അവിടെ പരിപാടിക്കിടയിൽ അടി ഉണ്ടായ സാഹചര്യത്തിലായിരുന്നു പോലീസ് ഇടപെട്ടത് എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വിശദീകരണം. ലാപ്ടോപ്പ് ചവിട്ടി പൊട്ടിച്ചു എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമെന്നും പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഈ അഭിനവ് ഈ ദൃശ്യങ്ങൾ അടക്കം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചതാണ് ഇത്തരത്തിലൊരു ആരോപണം. ഈ നമ്മുടെ നാട്ടിലെ ഇത്തരം പ്രശ്നങ്ങൾക്ക് വരുമ്പോൾ ക്യാമറ എന്ന് പറയുന്ന സംഗതി ഇല്ലെങ്കിലേ ഈ കേസൊക്കെ നേരം തിരിച്ചിട്ട് ഈ പാവ അഭിരാമനെ നെഞ്ചത്തേക്ക് വന്നിരുന്നത്. പോലീസുകാർ പറയുന്നത് അത് ചവിട്ടി പൊട്ടിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും പോലീസുകാരെ വന്നിട്ട് ആ ലാപ്ടോപ്പിൽ ഇട്ട് ഒരൊറ്റ ചവിട്ട് കൊടുക്കുന്നത്. ആ പാവ 1 ലക്ഷത്തിലപ്പുറം തുക ചെലവഴിച്ചിട്ട് വാങ്ങിച്ച ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. അതാണ് ആ പാവത്തിന് തകർത്ത് തരുന്നത്. ഇനിയൊരു പക്ഷേ അങ്ങനത്തെ ഒന്ന് വാങ്ങിക്കണമെങ്കിൽ അവന് എത്ര പ്രോഗ്രാം നടത്തേണ്ടി വരും. എത്ര പ്രോഗ്രാം നടത്തിയാലായിരിക്കും അവൻ അങ്ങനെ പൈസ സ്വരൂപിച്ച് അങ്ങനത്തെ വാങ്ങിക്കാൻ സാധിക്കുക. എന്തിനാണ് ഈ പാവങ്ങളുടെ നെഞ്ചത്തേക്ക് ഈ പോലീസുകാരൊക്കെ ഇങ്ങനെ കയറുന്നത് മനസ്സിലാവുന്നില്ല. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ് ഒന്ന് എഴുതിയിട്ടോ. ബൈ.